إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فيا أيها الناس أوصيكم وإياي أولا بتقوى الله فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال الله تعالى أيضا يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോട് കൂടി ജീവിക്കണമെന്ന് എന്നോടെന്നതുപോലെയും നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അവനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ചുറ്റുപാടിൽ ഇസ്ലാമിനെ കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള തെറ്റിദ്ധാരണകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പേടിപ്പെടുത്തുകയാണ് ഇസ്ലാമിനെ. അത് തീവ്രവാദത്തെ പഠിപ്പിക്കുന്ന മതമാണ്, ക്രൂരതയെ പഠിപ്പിക്കുന്ന മതമാണ്, മനുഷ്യത്വം ഇല്ലാത്ത മതമാണ്, പലരെയും കൊന്നുകളയുവാൻ പ്രേരിപ്പിക്കുന്ന മതമാണ് എന്ന് ഇത്തരത്തിലുള്ള പല തെറ്റിദ്ധാരണകളും നമ്മുടെ ചുറ്റുപാടിൽ ഇസ്ലാമിനെ കുറിച്ച് പ്രചരിപ്പിക്കുന്നതായി നമുക്ക് കേൾക്കുവാൻ കഴിയും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും അറിയാത്തതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഒക്കെ
പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം മറ്റുള്ള മതത്തിൽ നിന്നൊക്കെ വേർതിരിച്ച് മനുഷ്യന് എല്ലാ നിലക്കും വില കൽപ്പിക്കുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം മതം മാത്രമാണ്. മനുഷ്യന് എന്ന് മാത്രമല്ല, മറ്റുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവിടുന്ന് വില കൽപ്പിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം എന്നുള്ളത്. വലഖദ് കറംന ബനി ആദം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആദമിൻ്റെ സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്തതികളിൽ ആരാണെങ്കിലും അവരെ നാം ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത്. അതായത് ഏത് മതസ്ഥരാണെങ്കിലും അല്ലാഹ് ആദരിച്ചവരാണ്. ഏത് മതത്തിൽപ്പെട്ടവനായാലും അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടവരാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസ വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതആറഫു. മനുഷ്യരെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത് മനുഷ്യരെയാണ്. ജനങ്ങളെ എന്നുള്ള പദമാണ്, മനുഷ്യരെ എന്നുള്ള പദമാണ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മനുഷ്യരുടെ റബ്ബ് എന്ന് പരിചയപ്പെടുത്തുകയാണ്. മലിക്കിൻ നാസ്, മനുഷ്യരുടെ രാജാവ് അല്ലെങ്കിൽ അധിപതി. ഇലാഹിൻ നാസ്, മനുഷ്യരുടെ ആരാധ്യൻ. ഇങ്ങനെ മനുഷ്യരെ വിളിച്ചുകൊണ്ടുള്ള അഭിസംബോധനമാണ് നമുക്ക് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കൂടുതലായും നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യരെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസ, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഉബ, എന്നിട്ട് നിങ്ങളെ ശുഉബൻ വ ഖബായില, പല ഗോത്രങ്ങളും പല കബീലകളും അതുപോലെ തന്നെ പല സമുദായങ്ങളും ഞാനാക്കി. ഒരുപാട് സമുദായങ്ങളാണ് ഇവിടെ ലോകത്ത് വ്യാപിച്ചു കിടക്കുന്നത്. ആ സമുദായത്തിൽ കറുത്ത ആളുകളുമുണ്ട്, വെളുത്ത ആളുകളുമുണ്ട്, അതുപോലെ തന്നെ ഉന്നത ആളുകളുമുണ്ട്, പണക്കാരുമുണ്ട്, പാവപ്പെട്ടവരുമുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ ഞങ്ങൾ ആക്കിയിരിക്കുന്നത് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി. അതായത് ഇന്ന നാട്ടുകാരനാണ് അവൻ, ഇന്ന് അവൻ്റെ രൂപത്തിലൂടെയും അവൻ്റെ നിറത്തിലൂടെയും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനപ്പുറം അവിടുന്ന് ആ മനുഷ്യരെ അവരുടെ നിറത്തിൻ്റെ പേരിൽ അവരെ താഴ്ത്തുവാനോ അല്ലെങ്കിൽ നല്ല വെളുത്ത നിറമായതുകൊണ്ട് അവരെ ഉന്നതയിലേക്ക് പുകഴ്ത്തുവാനോ ഇസ്ലാം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകർ ലാ ഫളല ലി അറബിയ്യിൻ അലാ അഅജമിയ്യിൻ എന്ന് പ്രഖ്യാപിച്ച പ്രവാചകരാണ് നമ്മുടെ പ്രവാചകർ. ഒരു അനറബിയേക്കാൾ അറബിക്ക് ഒരു സ്ഥാനവുമില്ല. ഒരു അനറബിയേക്കാൾ, അജ്നബിയേക്കാൾ ഒരു അറബിക്ക് ഒരു സ്ഥാനവുമില്ല. അതുപോലെ തന്നെ ഒരു അറബിയേക്കാൾ ഒരു അനറബിക്കും സ്ഥാനമില്ല. ഒരു കറുത്തവനേക്കാൾ വെളുത്തവനും സ്ഥാനമില്ല, ഒരു വെളുത്തവനേക്കാൾ കറുത്തവനും സ്ഥാനമില്ല. എല്ലാവരും തുല്യരാണ്, എല്ലാവരും സമന്മാരാണ്, എല്ലാവരും ഒരു ആദമിൻ്റെയും ഹവ്വയുടെയും മക്കളാണ്. പക്ഷേ നിങ്ങളിൽ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും,
നിങ്ങളുടെ നിറമോ നിങ്ങളുടെ ജാതിയോ നിങ്ങളുടെ യാതൊന്നുമോ സമുദായമോ ഒന്നുമല്ല. അള്ളാഹു പരിഗണിക്കുന്നത് നിങ്ങളുടെ തഖ്വയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് ഈമാനോടുകൂടി ആര് ജീവിച്ചുവോ അവനക്കാണ് റബ്ബിനടുക്കൽ നാളെ പരലോകത്തിൽ അവന് സ്ഥാനം ലഭിക്കുക എന്നതാണ് ഇസ്ലാം നമുക്ക് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇസ്ലാം അവിടുന്ന് മനുഷ്യന് നല്ല വിലയാണ് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ജനാസയെ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്നതായി കാണാൻ കഴിഞ്ഞു. യഹൂദികളായ ഒരു കൂട്ടം ആളുകൾ ജനാസയെ ചുമന്നുകൊണ്ട് അവിടുന്ന് പ്രവാചകരുടെ അരികിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ആ കടന്നു പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. അപ്പോൾ സഹാബാക്കളും അത് കണ്ട് എഴുന്നേറ്റ് നിന്നു. അങ്ങനെ ജനാസ പോയി കഴിഞ്ഞു. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ പ്രവാചകരെ, അത് യഹൂദിയല്ലേ? അത് അവിശ്വാസിയായ ഒരു യഹൂദിയാണല്ലോ, എന്തിനാണ് താങ്കൾ എഴുന്നേറ്റ് നിന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അവനൊരു മനുഷ്യനല്ലേ എന്നതാണ്. അവനൊരു മനുഷ്യനല്ലേ? യഹൂദിയാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും കാഫിറാണെങ്കിലും മുനാഫിക്കാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും അവനൊരു മനുഷ്യനാണല്ലോ. ആ മനുഷ്യന് കൊടുക്കേണ്ട വില കൊടുക്കേണ്ടത് തന്നെയാണ് എന്ന് അവിടുന്ന് നമുക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിച്ച അവിടുന്ന് പ്രസംഗമാണ് അള്ളാഹിൻ്റെ പ്രവാചകരുടെ അവസാന ഹജ്ജത്തുൽ വിദാഇൻ്റെ സന്ദർഭത്തിൽ നടത്തിയ, അറഫയിൽ നടത്തിയ വലിയ ഒരു പ്രഭാഷണം. നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ആ പ്രഭാഷണത്തിൽ അള്ളാഹിൻ്റെ പ്രവാചകർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രവാചകർ പറഞ്ഞ കാര്യം, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇസ്മഉ മിന്നി, എന്നിൽ നിന്ന് നിങ്ങൾ കേൾക്കണം, ഉബയ്യിനു ലക്കും, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം, വിവരിച്ചു തരാം. ഫഇന്നി ലാ അദ്രി, നിശ്ചയമായും എനിക്കറിയുകയില്ല, ലഅല്ലി അൽഖാകും ബഅദ ആമി ഹാദാ, ഈ വർഷത്തിന് ശേഷം ഇങ്ങനെ ഒന്ന് കണ്ടുമുട്ടുമോ എന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ നിങ്ങളെ കണ്ടുമുട്ടുവാൻ കഴിയുമോ എന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഫി മൗഖിഫി ഹാദാ, ഈ സ്ഥലത്ത് വെച്ച്, അറഫയിലാണ്, ഈ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുമെന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അയ്യുഹന്നാസ്, അതുകൊണ്ട് മനുഷ്യരെ, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാളക്കും അലൈക്കും ഹറാം, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം, അത് നിങ്ങളുടെ മേൽ നിഷിദ്ധമാണ്, ഹറാമാണ്. അതായത് ഒരാളെ കൊല്ലുക, രക്തം ചിന്തുക എന്നുള്ളതും സമ്പത്തിനെ കൊള്ളയടിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ അഭിമാനത്തെ ക്ഷതം വരുത്തുക എന്നുള്ളതും ഇസ്സത്ത് എടുക്കുക എന്നുള്ളതും നിങ്ങളുടെ മേൽ നിഷിദ്ധമാണ്, ഹറാമാണ്. ഇന്ന് ഇലാ അൻ തൽഖൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നത് വരെ, രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ മേൽ നിഷിദ്ധമാണ്. കഹുറുമതി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന് എത്രത്തോളം പവിത്രതയുണ്ടോ അത്രത്തോളം പവിത്രതയുണ്ട് നിങ്ങളുടെ രക്തത്തിനും നിങ്ങളുടെ സമ്പത്തിനും നിങ്ങളുടെ അഭിമാനത്തിനും. വശഹരിക്കും ഹാദാ വബലദിക്കും ഹാദാ, ഈ നാടിനും ഈ മാസത്തിനും എത്ര പ്രത്യേകതയാണോ അത്രത്തോളം പ്രത്യേകത, അത്രത്തോളം പ്രാധാന്യം നിങ്ങളുടെ രക്തത്തിന് ഉണ്ട്, നിങ്ങളുടെ അഭിമാനത്തിന് ഉണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതായത് രക്തം, അവിടുന്ന് ആരുടെയും രക്തം ചീന്തരുത്, ആരുടെയും അഭിമാനത്തെ ക്ഷതം വരുത്തരുത്, ആരുടെ സമ്പത്തിനെ നിങ്ങൾ കൊള്ളയടിക്കരുത്. ഇതാണ് അള്ളാഹിൻ്റെ പ്രവാചകർ വളരെ അവിടുന്ന് പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. അള്ളാഹിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ വരെ അവിടുന്ന് ഉപദേശിക്കാറുണ്ടായിരുന്നു. ആ ഉപദേശം ഇങ്ങനെയായിരുന്നു: നിങ്ങൾ അവിടേക്ക് പോകുമ്പോൾ അവിടെ കുട്ടികൾ ഉണ്ടാകും,
അവിടെ സ്ത്രീകളുണ്ടാകും, അവിടെ വൃദ്ധന്മാരുണ്ടാകും. അവരെ നിങ്ങൾ ഒന്നും ചെയ്തു പോകരുത് എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് അണിനിരത്തിക്കൊണ്ട് അവർക്ക് നൽകുന്നതായ ഉപദേശം. അപ്പോൾ യുദ്ധക്കളത്തിൽ മാത്രമാണ് ഒരു ശത്രുവെ ഏറ്റുമുട്ടുന്നത്, യുദ്ധക്കളത്തിൽ മാത്രമാണ് നാം മനസ്സിലാക്കേണ്ടതാണ്. ആ സന്ദർഭത്തിൽ മാത്രം, അതും ആരെയാണ്? ദീനിനെ എല്ലാ നിലക്കും നശിപ്പിക്കുവാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയതായ ശത്രുക്കളോടാണ് യുദ്ധപ്രഖ്യാപനം നടത്തുന്നത്. എല്ലാ നിലക്കും ദീനിനെ പൊളിക്കാൻ, ദീനിനെ വളരാൻ സമ്മതിക്കാതെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള ആളുകളോടാണ് യുദ്ധപ്രഖ്യാപനം നടത്തിയത്. അല്ലാതെ എല്ലാ കാഫിറിനെ കണ്ടാൽ കൊന്നുകളയണമെന്ന് ഇസ്ലാം എവിടെയും പഠിപ്പിക്കുന്നില്ല. എല്ലാ കാഫിറിനെ കണ്ടാൽ അവനെ നീ മർദ്ദിക്കുക, അവനെ ഉപദ്രവം ചെയ്യുക, അവനെ കൊല്ലുക എന്ന് ഇസ്ലാം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. അള്ളാഹിന്റെ പ്രവാചകർ പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പ്രവാചകരുടെ വീട്ടിൽ പോലും ഒരു കാഫിർ ഉണ്ടായിരുന്നു. അബൂ താലിബ് മുസ്ലിം അല്ലല്ലോ. അപ്പോൾ വീട്ടിൽ പോലും അബൂ താലിബിന് എന്തെങ്കിലും പറ്റിയോ? ജീവിതകാല പ്രവാചകരുടെ സന്നിധിയിൽ കഴിച്ചു കൂട്ടിയിട്ട് പോലും. അപ്പൊ അള്ളാഹിന്റെ പ്രവാചകർ അത് മാത്രമല്ല, കാഫിരീങ്ങളോട് ഇടപാടുകൾ നടത്തിയിരുന്നു, യഹൂദികളോട് ഇടപാടുകൾ നടത്തിയിരുന്നു. മരണ സന്ദർഭത്തിൽ, വഫാത്തിന്റെ സന്ദർഭത്തിൽ വരെ അള്ളാഹിന്റെ പ്രവാചകരുടെ പടയെങ്കി ഒരു യഹൂദിയുടെ കയ്യിലായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാണ്. ഒരു യഹൂദിയുടെ കയ്യിലായിരുന്നു പ്രവാചകർ അവിടുന്ന് കൊടുത്തിരുന്നത്. അത്രത്തോളം ഇടപാടുകളും അതുപോലെ തന്നെ ബന്ധങ്ങളും നിലനിർത്തിയിരുന്നു. അതേ സന്ദർഭത്തിൽ യുദ്ധക്കളത്തിലല്ലാതെ അന്യായമായി ഒരാളെ കൊല ചെയ്യുക എന്നുള്ളത്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. അല്ലാഹ് പറഞ്ഞത് എങ്ങനെയാണ്? ആരെങ്കിലും അന്യായമായി ഒരാളെ കൊല ചെയ്തു കഴിഞ്ഞാൽ അവൻ ഒരാളെ കൊല ചെയ്തതിന് തുല്യമല്ല, ഒരു സമുദായത്തെ കൊല ചെയ്തതിന് തുല്യമാണ്. ഒരു സമുദായത്തെ, ആരെങ്കിലും ഒരാളെ ജീവിപ്പിച്ചാൽ, അതായത് അവന് ജീവൻ നൽകിയാൽ, മരിക്കാൻ പോകുന്നവനെ സഹായിച്ചു, ഏതെങ്കിലും രീതിയിൽ രക്തം നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവനെ രക്ഷപ്പെടുത്തിയെങ്കിൽ മുഴുവൻ സമുദായത്തെ ജീവിപ്പിച്ചതിന് തുല്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. ആലോചിച്ചു നോക്കുക. ഇതാണ് ഇസ്ലാം. ഇസ്ലാം ഒരിക്കലും അവിടുന്ന് അന്യായവും അക്രമവും ഫസാദും കുഴപ്പങ്ങളും കൊള്ളയും കൊലയും ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. ഒരാളെ പോലും ആക്ഷേപിക്കാൻ, ലഅനത്തിടാൻ പോലും ഇസ്ലാം സമ്മതിക്കുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അവിടുന്ന് ഒരാൾ വന്നുകൊണ്ട് പറയാണ് പ്രവാചകരോട്, യാ റസൂലല്ലാഹ് ഉദ്ഉ അലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് എതിരായി നിങ്ങൾ പ്രാർത്ഥിക്കണം, മുശ്രിക്കീങ്ങൾക്ക് എതിരായി താങ്കൾ പ്രാർത്ഥിക്കണം. ഖാല, പ്രവാചകർ പറഞ്ഞു, ഇന്നി ലം ഉബ്അസ് ലആന, എന്നെ ശപിക്കപ്പെട്ടവനായി, ശപിക്കുന്ന ആളായി അയക്കപ്പെട്ടിട്ടില്ല. എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും സമുദായത്തെ ശപിക്കാൻ വേണ്ടി അയച്ചിട്ടില്ല. മറിച്ച് എന്നെ അയച്ചിരിക്കുന്നത് വഇന്നമാ ബുഇസ്തു റഹ്മ, എന്നെ കാരുണ്യവാനായിട്ടാണ് എന്നെ അല്ലാഹു അയച്ചിരിക്കുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. വിശുദ്ധ ഖുർആൻ പ്രവാചകരെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്, താങ്കളെ ലോകത്തിന് കാരുണ്യവാനായിട്ടല്ലാതെ ഞങ്ങൾ അയച്ചിട്ടില്ല. ലോകത്തിന് കാരുണ്യവാനാണ്, എല്ലാവരോടും കരുണ കാണിക്കുവാൻ പഠിപ്പിച്ച ഒരു പ്രവാചകരാണ് നമ്മുടെ പ്രവാചകർ. മനുഷ്യൻ എന്ന് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുവാൻ, ഇർഹമു മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്ക്, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും.
നിങ്ങൾക്ക് കരുണ ലഭിക്കണമെങ്കിൽ നിങ്ങൾ കരുണ കൊടുക്കണം. നിങ്ങൾ കരുണ കൊടുക്കുമ്പോഴാണ് ആകാശത്ത് നിന്നുള്ള കരുണ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇർഹമൂ മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് അവന്റെ പ്രവാചകരിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത്. എല്ലാത്തിനോടും കാരുണ്യമുള്ളവനാണ് പ്രവാചകർ. ഒരു ആടിനെ അറുക്കുന്ന സന്ദർഭത്തിൽ പോലും പ്രവാചകർ പഠിപ്പിച്ചത്, നീ അതിനെ പല തവണ കൊല്ലരുത്, നല്ല മൂർച്ച കൂട്ടിയതിന് ശേഷം നീ അറുക്ക്. നീ അതിനെ പല തവണ കൊല്ലരുത്. അതായത് മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് അറുത്ത് ശരിയാവാതെ രണ്ടാമത് മൂർച്ച കൂട്ടി രണ്ടാമത് അറുത്ത്, അങ്ങനെ നീ അറുത്തുകൊണ്ട് അതിനെ പല തവണ കൊല്ലരുത്. നല്ലോണം മൂർച്ച കൂട്ട്, എന്നിട്ട് നീ അറുക്ക്. നീ അറുക്കുന്ന സമയത്ത് മറ്റുള്ള ആടുകളുടെ മറ്റുള്ള കന്നുകാലികളുടെ മുമ്പിൽ വെച്ച് നീ അറുക്കരുത്. അതിനും അറിയുന്നുണ്ട്, അതും മനസ്സിലാക്കുന്നുണ്ട് എന്ന് പഠിപ്പിച്ച പ്രവാചകരാണ്. ഒരു ഗിളിയെ, അതായത് ഒരു പക്ഷിയെ ഒരു സഹാബി പിടിച്ചുകൊണ്ടുവന്നു. ഒരു പക്ഷിയുടെ കുഞ്ഞിനെ കൂട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നു. അതിൻ്റെ തള്ള ഇത് കണ്ടപ്പോൾ ഇങ്ങനെ വട്ടമിട്ട് കറങ്ങാൻ തുടങ്ങി. അവരുടെ മുകളിൽ ഇങ്ങനെ വട്ടമിട്ട് കറങ്ങാൻ തുടങ്ങി. പ്രവാചകർ ഇത് കണ്ടപ്പോൾ ചോദിച്ചു, ആരാണ് ഇതിനെ ഉപദ്രവിച്ചത്? അപ്പോൾ സഹാബി പറഞ്ഞു, പ്രവാചകർ, ഞാൻ ഒരു രസത്തിന് ആ കുഞ്ഞെടുത്തതാണ്. അള്ളാന്റെ പ്രവാചകർ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അതിൻ്റെ കുഞ്ഞിനെ അതിന് തിരിച്ചു കൊടുക്ക്, എന്തിനാണ് നീ അതിനെ ഉപദ്രവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് കാരുണ്യം കാട്ടാൻ പഠിപ്പിച്ച പ്രവാചകരാണ് നമ്മുടെ പ്രവാചകർ. അവിടുന്ന് ഒരു ഉറുമ്പിന്റെ കൂടാരത്തിലേക്ക് തീയിട്ട സന്ദർഭത്തിൽ വളരെ വേഗത്തിൽ ഓടിച്ചെന്നുകൊണ്ട് ആ തീയിനെ അണച്ചുകൊണ്ട് മുഖങ്ങളൊക്കെ ഒരുപാട് ചുവന്നുകൊണ്ട് പ്രവാചകർ ചോദിക്കുകയാണ്, ആരാണ് ഈ ഉറുമ്പിന്റെ കൂട്ടിലേക്ക് തീയിട്ടവൻ? അതിനെ ആരാണ് ബുദ്ധിമുട്ടിച്ചവൻ? ആരാണ് അതിനെ കരിച്ചവൻ? നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നില്ലേ എന്നായിരുന്നു പ്രവാചകർ അവിടുന്ന് നൽകിയതായ മറുപടി. നമ്മൾ മനസ്സിലാക്കുക, അത്രത്തോളം കാരുണ്യമാണ് പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല, ഒരാളെയും വിഷമിപ്പിച്ചിട്ടില്ല. അള്ളാന്റെ പ്രവാചകർ അവിടുന്ന് പ്രസംഗം നടത്തിയതിനു ശേഷം, പ്രഭാഷണം നടത്തിയതിനു ശേഷം പ്രവാചകർ വന്നുകൊണ്ട് പറഞ്ഞു, ആരോടെങ്കിലും ഞാൻ അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും ഞാൻ അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതാ എൻ്റെ ശരീരം നിങ്ങളുടെ മുമ്പിലുണ്ട്, നിങ്ങൾ എന്നെ പ്രതികാരം എടുത്തുകൊള്ളുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അവിടുന്ന് ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. അവസാനം ഒരാൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പൊ എന്താണ് നിനക്ക് പ്രതികാരം ചെയ്യാനുള്ളത്? ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അണിനിരത്തുന്ന സന്ദർഭത്തിൽ നിങ്ങൾ വടികൊണ്ട് എൻ്റെ പള്ളയിലേക്ക് കുത്തിരിക്കുകയാണ്, അതിന് ഞാൻ പ്രതികാരം ചെയ്യണം. അള്ളാന്റെ പ്രവാചകർ വസ്ത്രത്തെ പൊക്കിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് എങ്ങനെ വേണമെങ്കിലും പ്രതികാരം ചെയ്യാം. അള്ളാന്റെ പ്രവാചകർ അങ്ങനെ പറഞ്ഞതോടുകൂടി ആ സഹാബി ഓടി വന്നുകൊണ്ട് പ്രവാചകരുടെ പള്ളയിൽ ഒരുപാട് മുത്തം വെച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, ഈ ഒരു സന്ദർഭത്തിന് വേണ്ടി ഞാൻ ദിവസങ്ങളോളം മാസങ്ങളോളം കാത്തിരിക്കുകയാണ്, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മുത്തം വെക്കാൻ. അല്ലാതെ പ്രതികാര നടപടി എടുക്കുവാൻ ഒരു അന്യായവും ഒരു ഉപദ്രവവും നിങ്ങൾ എന്നോട് ചെയ്തിട്ടില്ല പ്രവാചകരെ എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മതം. മനുഷ്യത്വത്തെ പഠിപ്പിച്ച. ആലോചിച്ചു നോക്കുക, ആരെയും അവിടുന്ന് വെറുപ്പിക്കുവാനോ ആരോട് വിദ്വേഷം വെക്കുവാനോ ഇസ്ലാം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. സൂറ ഹുജറാത്ത് എടുത്തു നോക്കിയാൽ ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമും മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ. ഒരാളെയും ഒരു സമുദായത്തെയും ഒരു വ്യക്തിയെയും നിങ്ങൾ പരിഹസിക്കരുത്, ആരെയും പരിഹസിക്കരുത്, ആരെയും നിങ്ങൾ താഴ്ത്തിക്കളയരുത്. ആരുടെ പേര് ഇഷ്ടപ്പെടാത്ത പേരുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട്, അർത്ഥപ്പേരുകൊണ്ട്, കൂട്ടുപേരുകൊണ്ട് വിളിച്ച് അവരെ അപമാനിക്കരുത്.
താഴ്ത്തരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൗബ ചെയ്യണം എന്ന് വരെ പഠിപ്പിച്ച മതമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മു വലാ തജസ്സസു. ആരുടെ പിന്നാലെ പോയിക്കൊണ്ട് അവൻ എന്ത് തെറ്റാണ് ചെയ്യുന്നത്, അവൻ എന്ത് മോശത്തരമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പിന്നാലെ അന്വേഷിച്ച് പോകണ്ട. ജാസൂസിന്റെ പണി നീ നടത്തണ്ട. വലാ യഗ്തബ് ബഅദുകും ബഅദ. ഗീബത്ത് നീ പറയരുത്, അത് അവന് വിഷമമാണ്. ഒരാളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും അവിടുന്ന് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ്. 2 പേര് ഉണ്ടാകുമ്പോൾ 3 പേരുണ്ടാകുമ്പോൾ 2 പേര് സംഭാഷണം നടത്തരുത്. പ്രവാചകർ പഠിപ്പിക്കുകയാണ്, 2 പേര് സംഭാഷണം നടത്തരുത്. കാരണം മൂന്നാമത്തവൻ വിചാരിക്കും എന്നെ കുറിച്ചായിരിക്കുമോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ രഹസ്യം പറയുന്നത് എന്നെ കുറിച്ചായിരിക്കുമോ എന്ന് അവൻ ചിന്തിച്ചുകൊണ്ട് അവന്റെ മനസ്സിൽ ഒരു വിഷമം, പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സന്ദർഭം നിങ്ങൾ ആക്കിക്കൊടുക്കരുത്. നിങ്ങൾ 2 പേര് രഹസ്യ സംഭാഷണം നടത്തരുത്. ആലോചിച്ചു നോക്കുക. ഇത്തരത്തിൽ എല്ലാവരോടും നന്മ ചെയ്യുവാൻ കൽപ്പിച്ച ഒരു മതമാണ്. വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ഷൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹനെ നിങ്ങൾ ആരാധിക്കണം. അല്ലാഹനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ ശിർക്ക് ചെയ്തു പോകരുത്, അവനോട് ഒട്ടും ശിർക്ക് ചെയ്തു പോകരുത്. വലാ തുശ്രികൂ ബിഹി ഷൈഅ. എന്നിട്ട് അല്ലാഹു പറയുന്ന കാര്യമാണ് വബിൽ വാലിദൈനി ഇഹ്സാന. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പറയുമ്പോൾ മുസ്ലിമായ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. മുഅ്മിനായ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. അസ്മാ റളിയല്ലാഹു അൻഹ പ്രവാചകരുടെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഉമ്മ വരികയാണ്. അപ്പോൾ പ്രവാചകരോട് പറഞ്ഞു, പ്രവാചകരെ, എൻ്റെ ഉമ്മ മുശ്രിക്കത്തായ പെണ്ണാണ്, എന്നോട് എന്തെങ്കിലും സഹായം ചോദിച്ചുകൊണ്ടാണ് വരുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രവാചകർ പറഞ്ഞു, നിന്റെ ഉമ്മയല്ലേ, നിന്റെ ഉമ്മയല്ലേ, ആ ഉമ്മയോട് നീ നല്ല രീതിയിൽ വർത്തിക്കുക, അവൾക്ക് വേണ്ട സഹായം ചെയ്യുക, അവൾക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്യുക എന്നാണ് പ്രവാചകർ പറഞ്ഞത്. ആലോചിച്ച് നോക്കുക. വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജുനുബി വസ്സാഹിബി ബിൽ ജംബി വബ്നിസ് സബീൽ വമാ മലക്കത്ത് ഐമാനുക്കും. ഈ നന്മയുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയും വിട്ടിട്ടില്ല, ആരെയും വിട്ടിട്ടില്ല. നിന്റെ വീട്, നിന്റെ വീടിന്റെ ചുറ്റുമുള്ള അയൽവാസികൾ, നിന്റെ വീടിന്റെ ചുറ്റുമുള്ള അയൽവാസികൾ നീ ഇഹ്സാനോടുകൂടി വർത്തിക്ക്, നീ ഇഹ്സാനോടുകൂടി വർത്തിക്ക്. അയൽവാസി എന്ന് പറയുമ്പോഴും അള്ളാഹു പറഞ്ഞിട്ടില്ല മുഅ്മിനായ അയൽവാസി, പ്രവാചകരും പറഞ്ഞിട്ടില്ല മുഅ്മിനായ അയൽവാസി എന്ന് പറഞ്ഞിട്ടില്ല. അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും തൻ്റെ അയൽവാസിയോട് നല്ല രീതിയിൽ വർത്തിക്കുകയാണെങ്കിൽ, അതായത് അള്ളാഹുവിനെയും പരലോകത്തെയും അവൻ വിശ്വാസം വയ്ക്കുന്നുണ്ടെങ്കിൽ അവൻ തൻ്റെ അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറട്ടെ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അയൽവാസിയുടെ വീട്ടിൽ നീ കറി വച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ടെങ്കിലും അയൽവാസിക്ക് കൊടു. അത് യഹൂദി ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അവിടുന്ന് കൊടുക്കുവാനാണ് അള്ളാഹിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വബിദിൽ ഖുർബ, കുടുംബക്കാർ, വൽ യതാമ, അതുപോലെ തന്നെ യതീമികൾ, വൽ മസാകീൻ, പാവപ്പെട്ടവർ, വൽ ജാരിൽ ഖുർബ, അടുത്ത അയൽവാസികൾ, വൽ ജാരിൽ ജുനുബി, അതുപോലെ തന്നെ ദൂരെയുള്ള അയൽവാസികൾ, അതുപോലെ തന്നെ വസ്സാഹിബ് ബിൽ ജംബ്, അവന്റെ പാർശ്വത്തുള്ള ആളുകൾ, വബ്നി സബീൽ, വഴിയാത്രക്കാർ, വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈകൾ ഉടമയാക്കിയ, അതായത് അടിമകൾ വരെ നിങ്ങൾ നന്മ ചെയ്യണം. ഈ എല്ലാം എണ്ണി പറഞ്ഞുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, ഇവരോടൊക്കെ നിങ്ങൾ നന്മ ചെയ്യണം. കുടുംബക്കാരോട് നന്മ ചെയ്യണം, യതീമീങ്ങളോട് നന്മ ചെയ്യണം, അതുപോലെ തന്നെ പാവപ്പെട്ടവരോട്, മിസ്കിന്മാരോട് നന്മ ചെയ്യണം, അയൽവാസികളോട് നന്മ ചെയ്യണം, അടുത്തുള്ളയും ദൂരത്തുള്ളയും അയൽവാസികളോട് നന്മ ചെയ്യണം. അതുപോലെ തന്നെ വഴിയാത്രക്കാർ, എവിടുന്നോ വന്നു, അവർ പ്രയാസത്തിലാണ്, അവരുടെ കയ്യിൽ പണമില്ല, അവർക്ക് സക്കാത്ത് പോലും കൊടുക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്.
അവർക്ക് സക്കാത്ത് പോലും കൊടുക്കണം, അവരോട് നല്ല രീതിയിൽ വർത്തിക്കുക. ഏതോ ഒരു നാട്ടുകാരനാണല്ലോ ഞങ്ങളെന്തിനു നോക്കണം എന്ന രീതിയിലല്ല, മറിച്ച് നല്ല രീതിയിൽ അവരോട് വർത്തിക്കണമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുകയാണ്. അത്രത്തോളം ദീൻ നമുക്ക് എല്ലാവരെയും അവിടുന്ന് തുല്യത പഠിപ്പിക്കുന്ന ഒരു മതമാണ്. ആദർശത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അവിടുന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്, നിന്റെ ആദർശത്തിൽ നീ ഉറച്ചു നിൽക്കണം. പക്ഷേ മനുഷ്യത്വം എന്ന നിലക്ക് എല്ലാവരോടും നല്ല രീതിയിലായിരിക്കണം നീ വർത്തിക്കേണ്ടത്. എല്ലാവരോടും നീ നീതി പാലിക്കണം, നീതി പാലിക്കണം. സൂറ നിസാഇന്റെ 105 മുതൽ 108 വരെയുള്ള ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു യഹൂദിക്ക് അനുകൂലമായി നിന്നുകൊണ്ടാണ്. ഒരു യഹൂദിക്ക് അനുകൂലമായി സപ്പോർട്ട് നിന്നുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിക്കുന്നത്. അതായത് ഒരു യഹൂദിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു അൻസാറിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം ഒരാളുടെ പടയങ്കി മോഷ്ടിച്ചു, കട്ടു. പടയങ്കി മോഷ്ടിച്ച് അങ്ങനെ കട്ടതിന് ശേഷം, ആ കളവ് നടത്തിയതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി, അതായത് ആരുടെ പടയങ്കിയാണോ നഷ്ടപ്പെട്ടത്, അവൻ അന്വേഷിച്ചു നോക്കുമ്പോൾ പടയങ്കി കാണുന്നില്ല. അപ്പോൾ അവന് മനസ്സിലായി കട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ തന്നെയായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പ്രവാചകരുടെ സന്നിധിയിലേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു, ഇവനായിരിക്കും കട്ടിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് അറിഞ്ഞ സന്ദർഭത്തിൽ കട്ട വ്യക്തി അദ്ദേഹം ഈ പടയങ്കി പെട്ടെന്ന് കൊണ്ടുപോയി യഹൂദിയുടെ കയ്യിൽ ഏൽപ്പിച്ചു, ഇത് ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഏൽപ്പിച്ചു. പ്രവാചകർ അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച സന്ദർഭത്തിൽ പടയങ്കി കിട്ടുന്നത് യഹൂദിയുടെ വീട്ടിൽ നിന്നാണ്. പ്രവാചകർ സ്വാഭാവികമായും വിധിക്കുന്നത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രവാചകർക്ക് ഗൈബ് അറിഞ്ഞുകൂടാ, അദൃശ്യകാര്യം പ്രവാചകർക്ക് അറിഞ്ഞുകൂടാ, അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. വലാ യുദ്ഹിറു അലാ ഗൈബി അഹദ, ഒരാൾക്കും അള്ളാഹു ഗൈബ് അറിയിച്ചു കൊടുത്തിട്ടില്ല. സന്ദർഭത്തിനനുസരിച്ച് അറിയിച്ചു കൊടുക്കുക എന്നല്ലാതെ അവർക്ക് ഗൈബ് അവർ എപ്പോഴും അറിയുന്നവരല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നത്. അങ്ങനെ പ്രവാചകർ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ യഹൂദിക്ക് അവിടുന്ന് എതിരായി വിധിച്ചു. അവൻ പറയുന്നതൊന്നും കേൾക്കാൻ കഴിയുകയില്ലല്ലോ, കാരണം തെളിവാണല്ലോ. വിധിച്ച ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ലിതഹ്കുമ ബൈനൻ നാസി ബിമാ അറാകല്ലാഹ്, അല്ലാഹു താങ്കൾക്ക് കാണിച്ചു തന്നതുപോലെ വിധിക്കാനാണ് ഈ വിശുദ്ധ ഖുർആൻ ഇറക്കിയിരിക്കുന്നത്. ഈ ഖുർആൻ ഇറക്കിയിരിക്കുന്നത് അല്ലാഹ് കാണിച്ചു തന്നതുപോലെ ഇറക്കാനാണ്. വലാ തഖുല്ലിൽ ഖായിനീന ഖസീമ, ഒരിക്കലും നിങ്ങൾ ഇത്തരത്തിലുള്ള വഞ്ചകന്മാർക്ക് നിങ്ങൾ സപ്പോർട്ട് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു 108 വരെയുള്ള ആയത്ത് അവതരിപ്പിക്കുകയാണ്. ആലോചിച്ച് നോക്കുക, യഹൂദിയല്ലേ, കുഴപ്പമില്ല, നടന്നോട്ടെ, അവനക്ക് ശിക്ഷ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു. ഇല്ല, അനീതി ചെയ്യാൻ ഇസ്ലാം, ആരോടും അനീതി ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു, നിങ്ങൾക്ക് ഒരു സമുദായത്തോട് ശത്രുതയുണ്ട്, അവരെ കാണാൻ പറ്റുന്നില്ല, കണ്ട ദേഷ്യമാണ്, എന്നാൽ പോലും അനീതി കാണിക്കരുത്. അല്ലാഹ് പറയാണ് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, നീതി കാണിക്കുന്നതിന് തടസ്സമാകരുത്. യഅദിലു, നിങ്ങൾ നീതി കാണിക്കുക. ആരാണെങ്കിലും, ഇനി ഒരുപക്ഷെ നിങ്ങളുടെ വാപ്പക്കും ഉമ്മക്കും നിങ്ങളുടെ കുടുംബത്തിനും എതിരാണ് നീതി പാലിച്ചാൽ എങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലൗ കാന ദാ ഖുർബ, കുടുംബക്കാരാണെങ്കിലും ഒരുപക്ഷെ വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിൽ പോലും നീ നീതിയെയാണ് പാലിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അത്രത്തോളം മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകിയ ഒരു മതം വേറെ ഇസ്ലാമിൽ ഇല്ല എന്ന യാഥാർത്ഥ്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وأقول قولي هذا وأستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروا إنه هو الغفور الرحيم. إن الحمد لله نحمده ونصلي على رسوله الكريم أوصيكم وإياي ثانيا بتقوى الله
ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഒന്നും കൂടി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ലേൺ ദി ഖുർആൻ്റെ എക്സാമും അടുത്ത് തന്നെ വരികയാണ്. ഇതൊരു ക്രമം വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടിയാണ്. ഖുർആനിനെ പഠിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു വ്യവസ്ഥകൾ നമ്മുടെ ഇടയിൽ വെച്ചിരിക്കുന്നത്. കാരണം വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിരിക്കുന്നത് അത് വെറും പാരായണത്തിന് വേണ്ടിയല്ല. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതി വലിയതദക്കറു ഉലുൽ അൽബാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ ഗ്രന്ഥം അതിനെ ഞാൻ ഇറക്കിയിരിക്കുകയാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, അനുഗ്രഹീതമാണ്. ആർക്കാണ്? ലിയദ്ദബ്ബറു ആയാതി, അതിൻ്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക്, ആലോചിക്കുന്ന ആളുകൾക്ക്, അവർക്കാണ് ഇത് അനുഗ്രഹീതമായിരിക്കുന്നത്. വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ മാത്രമേ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ, ആലോചിക്കുകയുള്ളൂ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, എത്ര വർഷങ്ങളായി ഞങ്ങളിങ്ങനെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതേ സന്ദർഭത്തിൽ അതിലെന്താണ് പറയുന്നത്, എനിക്കുള്ള ഉപദേശം എന്താണ്, എന്നോട് എന്താണ് ഖുർആൻ സംസാരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അറിയുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നവരാണ്, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഒരുപാട് പലതും പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രയോ കട്ടിയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് അതിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഗ്രഹിച്ച് എന്നിട്ടാണ് അവർ അത്തരത്തിലുള്ളത് നേടിയെടുക്കുന്നത്. അത് ഡോക്ടറായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതൊരാളായിക്കൊള്ളട്ടെ. അതേ സന്ദർഭത്തിൽ ഞാൻ ഖുർആനെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മുഅ്മിനായിട്ടുണ്ടോ, ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം ആയിട്ടുണ്ടോ? അഫലാ യതദബ്ബറൂനൽ ഖുർആന അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ പൂട്ടിയിട്ടിട്ടുണ്ടോ? ഖുർആൻ അറിയണ്ട, മനസ്സിലാക്കണ്ട, അതിൻ്റെ അർത്ഥം പഠിക്കണ്ട എന്ന രീതിയിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ പൂട്ടിയിട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആനെ നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നിരിക്കുകയാണ്, വളരെ എളുപ്പമാണ്. അതിലേക്ക് അടുക്കുമ്പോൾ, അതിനെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത്ര എളുപ്പം വേറെ ഒരു ഗ്രന്ഥവുമില്ല. അത്രത്തോളം എളുപ്പമാണ്. പക്ഷേ ഞങ്ങൾ അതിനു വേണ്ടി അവിടുന്ന് തുണിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ പഠിക്കണം. നാളെ പരലോകത്ത് റബ്ബിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. ഇതൊരു ഉപദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹന്നാസ് ഇന്ന ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബിക്കും, റബ്ബിന്റെ അടുക്കൽ നിന്ന് വന്നുള്ള ഉപദേശമാണ്. ആ ഉപദേശം ഞങ്ങൾ മനസ്സിലാക്കുക. ഉപദേശം അങ്ങനെയാണല്ലോ, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ അവിടുന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു സന്ദർഭമാണ്, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സന്ദർഭമാണ്, അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ മേടിച്ചുകൊണ്ട് ഇന്ന് തന്നെ പഠിച്ചുകൊണ്ട് എക്സാം എഴുതാൻ ശ്രമിക്കുക. അതായത് എല്ലാ അർത്ഥവും മനസ്സിലാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഹോസ്പിറ്റലിൽ കഴിയുന്ന ബ്രെയിൻ ട്യൂമറായിട്ട് ഒരു സ്ത്രീയുണ്ട്, അതുപോലെ തന്നെ ക്യാൻസർ ബാധിച്ച ഒരു സ്ത്രീയുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് പ്രയാസത്തിൽ കഴിയുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരിപൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യത്തിൻ്റെ ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് അല്ലാഹു അവരെ തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ ചെറുതു വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما سبحانك فقنا عذاب النار آمين برحمتك يا أرحم الراحمين.